വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യ, എന്റെ തോട്ടത്തിൽ മാത്രം എങ്ങനെയാ ഇത്ര ആരോഗ്യമുള്ള 8 ബോൾട്ട് കാവുണ്ടാവുന്നതെന്ന്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിലേ നല്ല ഫുഡ് കൊടുക്കണം. ഒരു ചരമുണ്ടായി, അതിലൊരു അരിമ്പുണ്ടായി, പൂവായി, കായായി, ഏലക്കയായി മാറുന്നവരെ കരുതല് വേണം. അതിന് പൂവുണ്ടാകാനായി ഒരു ടോണിക്ക്, കായുണ്ടാകാൻ മറ്റൊരു ടോണിക്ക്, അത് കൊഴിയാതിരിക്കാൻ വേറൊരു ടോണിക്ക്. അങ്ങനെയൊന്നും വേണ്ട, ക്വാളിറ്റിയുള്ള ഒരൊറ്റ ടോണിക്ക് മതി. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, യൂറോപ്പിൽ നിന്ന് പാക്കിങ്ങോടുകൂടി ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലാന്റ് ഫുഡ്. ഒറ്റ തവണ ഉപയോഗിച്ചാൽ 45 ദിവസം വരെ ചെടികൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമുള്ളത്ര പോഷക ഗുണങ്ങൾ ചെടിയിൽ കിട്ടും. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, എ പ്രൊഡക്റ്റ് ഓഫ് കലിപ്സോ സ്പെയിൻ, മാർക്കറ്റഡ് ബൈ വെൽറൂട്ട് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവിസ്മരണീയമാക്കുവാൻ കട്ടപ്പനയിലെ ഏറ്റവും മികച്ച മിനി ഹാളാണോ നിങ്ങൾ തിരയുന്നത്? 100 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന AC മിനി കോൺഫറൻസ് ഹാൾ, ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ലിഫ്റ്റ് ഫെസിലിറ്റീസ്, മോസ്റ്റ് മോഡേൺ സൗണ്ട് സിസ്റ്റം, ലേസർ ഷോ, വീഡിയോ ഡിസ്പ്ലേ ഫെസിലിറ്റീസ്, 100-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം, ടേബിൾ ആൻഡ് ചെയർ, സർവിംഗ് ടേബിൾസ് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും. സെമിനാർ, പ്രോഡക്റ്റ് ലോഞ്ചിംഗ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇനോഗ്രൽ ഫംഗ്ഷൻ, ബിസിനസ് മീറ്റ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഫാമിലി ഗെറ്റ് ടുഗദർ. ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട്, വെള്ളയാംകുടി, കട്ടപ്പന. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയതിൽ പിന്നെയാണ് എന്റെ തോട്ടങ്ങൾ കൂടുതൽ ലാഭകരമായത്. 10-ൽ പരം പരിപ്പ് പിണ്ണാക്കുകളിൽ മൈക്രോ മാക്രോ ന്യൂട്രിയൻസും അമിനോ ആസിഡ്, സീവീഡ്, ഹ്യൂമിക്, ഫൾവിക് ആസിഡുകളും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ച കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡാണ് ഗ്രീനെക്സ് ഗോൾഡ്. വിവിധ തരം കെർണൽ കേക്കുകൾ ഹൈ പ്രോട്ടീൻ പൗഡറും എൻസൈമുകളും ചേർത്ത് എൻറിച്ച് ചെയ്ത് തരിയില്ലാതെ പൊടിച്ചെടുത്താണ് അൾട്രാ ഗോൾഡ് നിർമ്മിക്കുന്നത്. തുള്ളി നനയ്ക്കും ഡ്രഞ്ചിങ്ങിനും വേണ്ടി ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ R&D ടീം പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നമാണ് അൾട്രാ ഗോൾഡ്. സ്വന്തം തോട്ടങ്ങളിൽ വർഷങ്ങളായി ഉപയോഗിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഓരോ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ 100% വിശ്വസിക്കാം. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ്. അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. A range of premium Indian wear cut differently. She Store, beautifully you, a KG's Group venture. The most beautiful convention center in Kattapana with all features. Auditorium is fully air conditioned with more than 250 seating capacity. Suitable for multiple meeting, wedding and conference. More than 150 parking facility. Special area for exhibition and outdoor events. High Range Convention Center, Vellayamkudi Road, Kattapana. For booking, call 9656 460 303. കാ വീണ്ടും പകുതിയാണല്ലോ ദിനേശ. അഴുകലും തട്ടമറിച്ചിലും ഒരു രക്ഷയില്ല. ചിമ്പിന്റെ എണ്ണവും തീരെ കുറവ്. പിന്നെ എങ്ങനെ വിളവ് കൂടാനാ? എത്ര വളം ഇട്ടിട്ടും ഒരു കാര്യമില്ല. ഏത് കാലാവസ്ഥയിലും ഷാജി സാറിന്റെ തോട്ടത്തിൽ കായ ഇരട്ടിയാ. ഇതെങ്ങനെയാണേ? അതിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല ജോൺ സാറേ. തോന്നിയ വളമൊക്കെ വാങ്ങി ഉപയോഗിച്ച നേരത്ത് സമ്പൂർണ്ണ ജൈവവളമായ ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിച്ചിരുന്നെങ്കിൽ തട്ടമറിച്ചിലും അഴുകലും ചേർത്ത് കൂടുതൽ കരുത്തിട്ട ചിമ്പും നല്ല ബോൾഡ് കായും ലഭിച്ചേനെ. അടുത്ത പ്രാവശ്യമെങ്കിലും ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിക്കാൻ നോക്ക്. ജീവൻ പ്ലസ് 100% ഓർഗാനിക് and ISO 9001:2015 സർട്ടിഫൈഡ് പ്രോഡക്റ്റ്. കൃഷി ചെയ്യുന്ന കാലത്ത് ജീവൻ പ്ലസ് ഇട്ടാൽ വിളവിന്റെ കാലത്ത് നിറവിളവ് നേടാം. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ
അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം. 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. High Range Hypermart presents Jumanji, the gaming zone. Open on every days 9 AM to 9 PM at High Range Hypermart, Kattapana. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കാൻ എന്താ ചെയ്യാ? ആരാ ഇപ്പൊ സഹായിക്കുക? വിഷമിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. മൈന ഗോൾഡ് ഉള്ളപ്പോ ആ ടെൻഷൻ വേണ്ട. 9446227131 8075689598 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണമായാലും അത് ഉയർന്ന വിലക്ക് വിൽക്കുവാനും മൈന ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ സേവനം കേരളത്തിൽ എവിടെയും, അതും നിങ്ങളുള്ള സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യുന്നു. മൈന ഗോൾഡ്. അല്ലോ എൽദോ, എന്നാ ഉണ്ടടാ തോട്ടത്തിലെ വിശേഷങ്ങൾ? അത് പിന്നെ ആകെ പ്രശ്നമാണ് ഈ പച്ച മുതലാളി. എന്ത് പ്രശ്നം? നീ ഒന്ന് തെളിച്ചു പറയടാ. പോയി എല്ലാം പോയി മുതലാളി. വെയിലെന്ന് പറഞ്ഞ എന്നാ വെയിലാ. നമ്മുടെ ഏലച്ചെടികളെല്ലാം വാടിക്കരിഞ്ഞു. ഇത്തവണയും പണി കിട്ടി. ഓ, ഇതൊക്കെ നോക്കാനല്ലയോ നിന്നെ തോട്ടത്തിൽ നിർത്തിയേക്കുന്നേ? സൂര്യന് ഉച്ചയിൽ കത്തി നിൽക്കല്ലേ. ഞാനിനി എന്നാ ചെയ്യാനാ പുണ്യാള? സൂര്യന് കൊല്ലവും പണി തന്നു. മുതലാളിക്ക് വെയിൽ കൊള്ളാതിരിക്കാനല്ലേ ഈ കൊടയും പിടിച്ച് നിൽക്കണത്. അതുപോലെ ഈ ചെടിക്കൊരു കൊട ചൂടി കൊടുത്താ പോരെ? തോമാ, ഇത് വെച്ചൊരു കീറിയുണ്ടല്ലോ. മുതലാളി ചൂടാവണ്ട. വെയിലിന്റെ കലിപ്പ് തീർക്കാൻ ഗ്രീൻ മിറാക്കിൾ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ശരിക്കും ചെടിക്കൊരു കൊട ചൂടി കൊടുത്ത പോലെ. സ്റ്റെയിൻസ് ഗ്രീൻ മിറാക്കിൾ തളിക്കൂ. വേനൽ ചൂടിൽ നിന്ന് ഏലത്തെ രക്ഷിക്കൂ. ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണുന്ന ആ ദിവസം, പട്ടിന്റെ അഴകിൽ പൊതിഞ്ഞ പവിത്രമായ ഒരു ബന്ധത്തിന്റെ തുടക്കം. മാംഗല്യം. പെണ്ണിന് അലങ്കാരമാണ് പട്ട്. തലമുറകളിലൂടെ തേടിയെത്തുന്ന ആശീർവാദമാണ്. മനം പോലെ മാംഗല്യം, മനം കവരും പട്ട്. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം.
Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. മികച്ച ഡോക്ടർമാരും ആധുനിക സൗകര്യങ്ങളുമായി റോഹൻ ശേഖർ യൂറോളജി ക്ലിനിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്റർ കമ്പം. ഞങ്ങളുടെ മെഡിക്കൽ സേവനങ്ങൾ നെഫ്രോളജി, ജനറൽ മെഡിസിൻ, അനസ്തേഷ്യ. ഞങ്ങളുടെ പ്രത്യേക സേവനങ്ങൾ ജനറൽ സർജറി, ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി, യൂറോളജി സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി, യൂറോ ഗൈനക്കോളജി. മറ്റ് സേവനങ്ങൾ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് സർവീസസ്, സർജിക്കൽ ICU, നഴ്സിംഗ് മാനേജ്മെന്റ്. Our 24 hours facilities includes a well-occupied operation theatre, emergency care, clinical pathology, clinical biochemistry, hematology, serology, digital X-ray services, pharmacy services. Rohan Shekhar Hospital and ISO 9001:2008 certified urology clinic and laparoscopic center, Ranger Office Road, Kambam. For more details, 04554 274414 276672. എന്നതാ മനുഷ്യ? സ്വർണം പണയം വെച്ചിട്ട് 50,000 രൂപ എടുത്തില്ലായിരുന്നോ? 3 മാസത്തെ പലിശ 3,500 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുക. ഇതെന്നാ പലിശ? 3,500? അല്ല അൻസി, നീ സ്വർണം പണയം വെച്ച ഏതോ ബാങ്കിൽ നിന്ന് 50,000 എടുത്തില്ലായിരുന്നോ? എടുത്തായിരുന്നു ചേച്ചി. പക്ഷെ എനിക്ക് 3 മാസത്തേക്ക് 1,200 രൂപ പലിശയായുള്ളൂ. ഞാൻ വെച്ചതേ ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിലാ. ഷായിച്ചേട്ടൻ ഏതെങ്കിലും സ്വകാര്യ ബാങ്കിലായിരിക്കും പണയം വെച്ചേ, അതുകൊണ്ടാ. ഞാനും ഞങ്ങളുടെ സംഘക്കാർ അവിടെ തന്നെയാ പണയം വെച്ചേക്കുന്നത്. നോക്കിയും കണ്ടും ചെയ്താലല്ലേ ചേച്ചി ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ അൻസി, വലിയ ബുദ്ധിമാനാണെന്ന് ഈ മനുഷ്യന്റെ വിചാരം. ഇത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും സ്വകാര്യ ബാങ്കിൽ കൊണ്ട് പണയം വെക്കൂ? അല്ലെങ്കിലും എന്നോടൊന്നും പറയത്തില്ലല്ലോ. ചോദിക്കുമായിരുന്ന ഞാൻ പറഞ്ഞു തന്നേനെ. എന്റെ മുന്നേടി നീ ഒന്ന് ക്ഷമിക്ക്. ഏതായാലും പറ്റിയത് പറ്റി. ഇന്ന് തന്നെ ആ സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത് ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ കൊണ്ടങ്ങ് വെക്കാം. ഗ്രാമിന് കൂടുതൽ തുകയും കുറഞ്ഞ പലിശയും. കർഷകർ നെഞ്ചേറ്റിയ വിശ്വാസം. ഇടുക്കി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒരു സഹകരണ സംരംഭം. ബ്രാഞ്ചുകൾ കട്ടപ്പന, ചെറുതോണി, ഇടുക്കി, അയ്യപ്പൻകോവിൽ, കമ്പളികണ്ടം. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉയർന്ന രീതിയിലാക്കാൻ ആഗ്രഹമില്ലേ? ഡിഫറെന്റ് മോഡൽ എഡ്യൂക്കേഷനോടെ ഒരു ക്യാമ്പസ് ഓക്സിലിയം സ്കൂൾ കട്ടപ്പന. ICSE ISC സിലബസിൽ അധിഷ്ഠിതമായ ആഴത്തിലുള്ള പഠനവും ഉന്നത ചിന്താശേഷിയും വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസം. മികച്ച പഠനാന്തരീക്ഷത്തിനായി മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ററാക്റ്റീവ് ബോർഡുകളും ആകർഷകമായ പഠന പ്രവർത്തനങ്ങളും. റോബോട്ടിക് ലാബിൽ ടെക്നോളജിയിൽ പ്രായോഗിക പരിചയം. ദേശീയ, സംസ്ഥാന മെഡൽ ജേതാക്കളുള്ള അത്യാധുനിക സ്പോർട്സ് വിംഗ്. വൈവിധ്യമാർന്ന കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള ഊർജ്ജസ്വലമായ പാഠ്യേതര പ്രവർത്തനങ്ങൾ. മാത്രമല്ല, വെൽ എക്വിപ്ഡ് ലാബ്സ്, ലൈബ്രറീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ഓക്സിലിയം സ്കൂൾ കട്ടപ്പന. ടുഗദർ ഫോർ എ ബെറ്റർ വേൾഡ്. ഹലോ, നമസ്കാരം. ഇടുക്കിയിലെ ഉപ്പുതറയിൽ ആരംഭിക്കുന്ന ചാൻഡീസ് ബെസ്റ്റ് ഇൻ ടൗൺ മൾട്ടി കുസിൻ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മാർച്ച് 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഞാൻ ഉപ്പുതറയിൽ എത്തുന്നു. കേരള, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ എന്നീ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനായി നിങ്ങൾ ഏവരെയും മാർച്ച് 15-ാം തീയതി മുതൽ ചാൻഡീസ് റെസ്റ്റോറന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെ, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാൻ നല്ല ടൈമായിട്ടോ ഇത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവരാണോ? എങ്കിൽ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യല്ലേ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, AC, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാ പർച്ചേസുകൾക്കും മറ്റെല്ലാ ഓഫറുകൾക്കും പുറമെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും ഫെബ്രുവരി 15 മുതൽ 28 വരെ മാത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana.
നമസ്കാരം. പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പുതിയ ഒരു ഡാം എന്ന ആശയം തന്നെയാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇരു സംസ്ഥാനങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തി സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും കോടതിക്ക് അകത്തും പുറത്തും സർക്കാരിന് ഒരേ നിലപാടാണെന്നും മന്ത്രി. തനിക്കെതിരായ ഖനന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ലെന്നും CB വർഗീസ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കമ്പമെട്ടിൽ വൻ ചാരായ വേട്ട. 245 ലിറ്റർ വാറ്റ് ചാരായം നിർമ്മിച്ച് സൂക്ഷിച്ച കമ്പമെട്ട് കട്ടേക്കാനം സ്വദേശി ചക്രപാണി എന്ന സന്തോഷ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് പിടിയിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജില്ലയിൽ പിടികൂടിയ ഏറ്റവും വലിയ ചാരായ വേട്ടയാണിത്. ഇടുക്കി ജില്ലയിൽ ഡയാലിസിസ് രോഗികൾക്ക് ജില്ലാ പഞ്ചായത്ത് നീക്കിവച്ച 50 ലക്ഷം രൂപ വകമാറ്റി ചിലവഴിക്കാൻ ജില്ലാ പഞ്ചായത്ത് നീക്കം. ജില്ലയിലെ 52 പഞ്ചായത്തുകളിൽ ഇതുവരെ അപേക്ഷ നൽകിയത് അടിമാലി ഗ്രാമപഞ്ചായത്ത് മാത്രം. ഫെബ്രുവരി 28-നകം അപേക്ഷ നൽകിയില്ലെങ്കിൽ ഫണ്ട് വകമാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ്. ആവശ്യമായ സ്ഥലം ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ ബജറ്റിൽ അനുവദിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ ആരംഭിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 2 മാസത്തിനുള്ളിൽ ഭൂനിയമ ഭേദഗതി ബില്ലിലെ ചട്ടങ്ങൾ രൂപീകരിക്കും. ഇടുക്കി മെഡിക്കൽ കോളേജ് വികസനത്തിന്റെ പാതയിൽ. ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് എന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കേരള ജനതയുടെ സുരക്ഷ കണക്കിലെടുത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു പുതിയ ഡാം വേണം എന്ന ആശയം തന്നെയാണ് സർക്കാരിനുള്ളത് എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇരു സംസ്ഥാനങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും കോടതിക്ക് അകത്തും പുറത്തും സർക്കാരിന് ഒരേ നിലപാടാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. തമിഴ്നാടുമായിട്ടുള്ള ആലോചനകളും കോടതിയിൽ ഉള്ള തർക്കങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴും ഒരു സമവായത്തിലൂടെയും തമിഴ്നാടുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജനലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷയെ ലക്ഷ്യം വെക്കുന്ന ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള ആശയം തന്നെയാണ് ഗവൺമെൻറ്. ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിലും നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രാരംഭത്തിലും കേരള നിയമസഭയിൽ ഗവർണർ നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം വീണ്ടും സൂചിപ്പിച്ചു എന്നുള്ളത് ഗവൺമെൻറ് നിലപാട് തന്നെയാണ്. അപ്പം ഗവൺമെൻറ് കോടതിക്ക് വെളിയിലും പുറത്തും അതുപോലെ തന്നെ അകത്തും എല്ലാം ഒരേ നിലപാടിൽ തന്നെ നിൽക്കാനും വേണ്ടി ഔട്ട് ഓഫ് കോർട്ടിൽ ചില ഡിസ്കഷൻസ് ആരംഭം കുറിക്കാനും എല്ലാം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്റർസ്റ്റേറ്റ് ഇഷ്യൂസ് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നല്ല ബന്ധങ്ങളാണ് ആവശ്യം. കേരളവും തമിഴ്നാടും വ്യത്യസ്തമായി അങ്ങനെ ചിന്തിച്ചു പോകേണ്ടതില്ല. ജനങ്ങളുടെ ആശങ്ക മുഖവിലക്കെടുത്തു മാത്രമേ സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലകൊള്ളുകയുള്ളൂവെന്ന ഉറപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്നും ലഭിച്ചതായി മുല്ലപ്പെരിയാർ സമരസമിതി. സമരസമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ചേർത്താണ് സർക്കാർ ടേംസ് ആൻഡ് റഫറൻസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പനയിൽ എത്തിയ മന്ത്രിയുമായി മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി. ജനങ്ങളുടെ ആശങ്ക മുഖവിലക്കെടുത്താണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. യാതൊരു പാളിച്ചയുമില്ലാതെയാണ് സർക്കാർ ഓരോ ചുവടും വയ്ക്കുന്നത്. നിലവിലെ സാഹചര്യം സർക്കാർ മുതലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. വിദഗ്ധരെ ഉൾപ്പെടുത്തി അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്നും കോടതിയെയും മേൽനോട്ട സമിതിയെയും ധരിപ്പിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങൾ നടത്തി മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് തടസ്സമാകരുതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ അഭിപ്രായങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വിദഗ്ധരായ വക്കീലന്മാരിൽ നിന്നും ഉപദേശങ്ങൾ തേടും. മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ചേർത്താണ് ഗവൺമെന്റ് ടേംസ് ആൻഡ് റഫറൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നിലപാടുകളെ ഗവൺമെന്റ് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ഡാമാണോ ഇതാണോ വേണ്ടതെന്ന് പഠനം നടത്തി പറയട്ടെ. അപ്പൊ നമുക്ക് ആശങ്ക പോകുന്നു. ഒരു ഇതാണ് ഇപ്പോൾ പറയുന്ന ഒരു സമിതിയുടെ പഠനം നടത്തിയിട്ട് ഇത് മതി എന്ന് പറയുന്നത് നമ്മുടെ ആശങ്കകൾക്ക് പരിഹാരമാകും. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, അങ്ങനെയെങ്കിൽ തമിഴ്നാടിന്റെ വെള്ളം നമ്മൾ എന്നും കൊടുക്കാം. ഇവിടെ ഒരു ഡാം ഉണ്ടാകാനായിട്ട് അതിൻ്റെ ഇങ്ങനെ സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്.
ഈ നിലയിലേക്കുള്ള രീതിയിൽ തമിഴ്നാടിനെ വെറുപ്പിക്കാൻ അവർക്ക് ഞങ്ങളെ കൺസിഡർ എടുക്കണം നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ കാരണം അവർക്ക് ഈ വെള്ളം ആവശ്യമുള്ളൂ, നമുക്ക് ആ വെള്ളം കൊടുക്കുന്ന ബുദ്ധിമുട്ടുമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായി. ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട ജോയി അച്ഛനും ജനറൽ കൺവീനർ അടക്കമുള്ള ആൾക്കാർ ഇന്ന് അദ്ദേഹത്തെ ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായി മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ആശങ്കകൾ അദ്ദേഹത്തെ നേരിട്ടറിയിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ മേൽനോട്ട സമിതിയെ ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ യഥാവിധി ബോധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് പുതിയ മേൽനോട്ട സമിതിക്ക് സമർപ്പിക്കുവാനുള്ള ടേംസ് ആൻഡ് റെഫറൻസ് അടക്കമുള്ള അനന്തമായി നമുക്ക് മുന്നിലേക്ക് വയ്ക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു വിവരണം സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കിയെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന്റെ നിന്നും ലഭിക്കാൻ ഇടയായി. സമരസമിതി നേതാക്കളായ മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയ് നിരപ്പേൽ, ചെയർമാൻ ഷാജി പി ജോസഫ്, ജനറൽ കൺവീനർ സിബി ജോസഫ്, വൈസ് ചെയർമാൻ CS രാജേന്ദ്രൻ, PD ജോസഫ്, ജോസഫ് പനന്താനം, തോമസ് വാലിമേൽ തുടങ്ങിയവരാണ് മന്ത്രിയെ നേരിൽ കണ്ടത്. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ. തനിക്കെതിരായ ഹനന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ല. CPM ജില്ലാ സെക്രട്ടറിയെ ഇകഴ്ത്തിക്കാട്ടി പാർട്ടിയെ തകർക്കാനാണ് നീക്കം. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതെന്നും CB വർഗീസ് ചെറുതോണിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉയർന്ന ഖനന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ് പ്രതികരിച്ചു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാതി എഴുതി അയച്ചാൽ അതിനെല്ലാം അന്വേഷണ ഉത്തരവ് ഇടേണ്ടതില്ല. പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുക വഴി CPM ജില്ലാ സെക്രട്ടറിയെ ഇകഴ്ത്തിക്കാട്ടി പാർട്ടിയെ തകർക്കുവാനാണ് ശ്രമം നടക്കുന്നത്. എല്ലാ ആരോപണങ്ങളെയും തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും CB വർഗീസ് ചെറുതോണിയിൽ പ്രതികരിച്ചു. അവരത്ര ഒരു ഉത്തരവിടാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് സംബന്ധിച്ച് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് അത്തരമൊരു പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് CPM ജില്ലാ കമ്മിറ്റി കരുതുന്നില്ല. വളരെ ദുർബലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും പടിപടിയായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി എന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ചുമതലപ്പെടുത്തുന്നത്. അപ്പൊ CPMനെ അപകടപ്പെടുത്തുക, CPMന്റെ ജില്ലാ സെക്രട്ടറി അപകടപ്പെടുത്തുക, അതിലൂടെ CPMനെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് ഇത്തരമൊരു കാര്യം. അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ്. മക്കൾക്ക് ജോലി ചെയ്യുവാൻ അവകാശമുണ്ടെന്നും അവർ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നും അതിലൊന്നും തനിക്കോ പാർട്ടിക്കോ യാതൊരു ബന്ധവുമില്ലെന്നും സാധാരണക്കാരന് വീട് വയ്ക്കുവാൻ പാറ പൊട്ടിക്കുന്നതിനോട് പാർട്ടി എതിരല്ലെന്നും നിലവിലെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നും പ്രതികരിച്ച CB വർഗീസ് പ്രശ്നം സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചെന്നും കൂട്ടിച്ചേർത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണ് കടത്തലും നടത്തിയതിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഞെട്ടിക്കുന്നത് എന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കൃത്യമായ നടപടി ഉണ്ടാവണമെന്നും MP ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം, കൃത്യമായ നിലയിൽ അതിനെ സംബന്ധിച്ചുള്ള നടപടി ഉണ്ടാവണം. ഇപ്പോൾ പത്രവാർത്തകളും മറ്റു കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ അത് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന, ഭരണത്തിന്റെ തണലിൽ ഈ വിധത്തിലുള്ള ഒരു തീവെട്ടിക്കൊള്ള നടത്തുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം നടത്തി അക്കാര്യത്തിൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് ഈ ഘട്ടത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയാണ്. കമ്പമെട്ടിൽ വൻ ചാരായ വേട്ട. 245 ലിറ്റർ വാറ്റ് ചാരായം നിർമ്മിച്ച് സൂക്ഷിച്ച കമ്പമെട്ട് കട്ടക്കാനം ചക്രപാണി എന്ന് വിളിക്കുന്ന സന്തോഷിനെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇടുക്കിയിൽ പിടികൂടിയ ഏറ്റവും വലിയ ചാരായ വേട്ടയാണിത്. നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ ചക്രവാണി എന്ന് വിളിക്കുന്ന സന്തോഷ് വ്യാജചാരം നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് CI മനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം കട്ടക്കാനത്തുള്ള ചക്രവാണി സന്തോഷിന്റെ വീട്ടിലെത്തിയത്. ആദ്യം വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 35 ലിറ്ററിന്റെ ഒരു കന്നാസ് ചാരായം പിടികൂടി. ബാക്കിയുള്ള 6 കന്നാസുകളും സന്തോഷ് പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവ കണ്ടെത്തുന്നതിനായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറമ്പാകെ കിളിച്ചു നോക്കേണ്ടി വന്നു. ഒടുവിലാണ് വിവിധ ഇടങ്ങളിലായി കുഴിച്ചിട്ടിരുന്ന 6 കന്നാസുകൾ കൂടി കണ്ടെത്തിയത്.
തോണ്ടോട്ടിരിക്കുമായിരുന്നു. ട്രാൻസ്പോർട്ട് ഹാജരാക്കണം. അപ്പം അത് വേണ്ട, മെസ്സേജ് കോടതിയിൽ വേണ്ടി വരും. അത് അങ്ങനെ കൊടുക്കാൻ പറ്റും, നമുക്കതാ കൊടുക്കാൻ പറ്റുമല്ലോ. അത് കേസിൻ്റെ അഭിപ്രായം ചോദിച്ചാലേ. അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡ് കമ്പംമെട്ട് കട്ടേക്കാനം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 245 ലിറ്റർ ചാരായവുമായി കട്ടേക്കാനം സ്വദേശി ചക്രപാണി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിലാവുന്നത്. രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അടിമാലി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇയാളിൽ നിന്ന് വീട്ടിലും അതുപോലെ തന്നെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിലുമായി 245 ലിറ്റർ ചാരായമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ തുടരന്വേഷണത്തിനായിട്ട് കേസ് റെക്കോർഡുകളും തൊണ്ടിമുതലുകളും അതുപോലെ പ്രതിയെയും ഉടുമ്പൻചോല റേഞ്ചിന് കൈമാറുന്നതാണ്. വാറ്റുചാരായം എവിടെ വെച്ചാണ് നിർമ്മിച്ചത് എന്നതടക്കം അന്വേഷിച്ചു വരികയാണ്. അതിർത്തി ഗ്രാമങ്ങളും എസ്റ്റേറ്റ് മേഖലകളും കേന്ദ്രീകരിച്ച് വാറ്റുചാരായത്തിൻ്റെ ഹോൾസെയിൽ വ്യാപാരിയാണ് ഇയാളെന്നാണ് എക്സൈസിന് കിട്ടിയിരിക്കുന്ന വിവരം. നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് കേസ് നെടുങ്കണ്ടം എക്സൈസിന് കൈമാറി. CI മനൂപിനോടൊപ്പം എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അഷറഫ് KM, ദിലീപ് NK, പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു, ലത്തീഫ്, മുഹമ്മദ് ഷാൻ, സുബിൻ V വർഗീസ്, നിതിൻ ജോണി എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കമ്പംമെട്ട്. ഇടുക്കി ജില്ലയിൽ ഡയാലിസിസ് രോഗികൾക്ക് ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ച 50 ലക്ഷം രൂപ വകമാറ്റി ചിലവഴിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നീക്കം. ജില്ലയിലെ 52 പഞ്ചായത്തുകളിൽ അടിമാലി പഞ്ചായത്ത് മാത്രമാണ് ഇതുവരെ അപേക്ഷ നൽകിയത്. 51 പഞ്ചായത്തുകൾ അപേക്ഷ നൽകാത്തതിനാൽ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് മറ്റ് പദ്ധതികളിലേക്ക് വകമാറ്റാൻ ഒരുങ്ങുന്നത്. ഫെബ്രുവരി 28-നകം ഫണ്ട് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയില്ല എങ്കിൽ ഫണ്ട് വകമാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് മുന്നറിയിപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വൃക്ക രോഗികൾക്ക് ധനസഹായം. ഒരു വർഷം 3 കോടി രൂപയാണ് നീക്കിവെക്കുന്നത്. ഒരു ഡയാലിസിസിന് 1200 രൂപയാണ് ധനസഹായം നൽകുന്നത്. ബാക്കി വരുന്ന 800 രൂപ മാത്രമാണ് രോഗികൾ അടയ്ക്കേണ്ടത്. ജില്ലാ ആശുപത്രിയുടെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെയും ജില്ലാ പഞ്ചായത്ത് നേരിട്ടാണ് ഡയാലിസിസ് നടത്താനുള്ള ചിലവ് വഹിക്കുന്നത്. മറ്റ് സർക്കാർ ആശുപത്രിക്കും സ്വകാര്യ ആശുപത്രിക്കും അവരവരുടെ അക്കൗണ്ടിൽ രോഗികൾക്കുള്ള 1200 രൂപ വീതം ഇട്ടു നൽകുകയായിരുന്നു പതിവ്. എന്നാൽ പുതിയ ഉത്തരവ് വന്നതോടെ പഞ്ചായത്ത് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തുകളുടെ അക്കൗണ്ടിലേക്ക് വേണം പണം അടയ്ക്കേണ്ടത്. എന്നാൽ ജില്ലയിലെ 52 പഞ്ചായത്തിൽ അടിമാലി പഞ്ചായത്ത് മാത്രമാണ് അപേക്ഷ നൽകിയത്. അപേക്ഷ ലഭിക്കാത്തതിനാൽ ഫണ്ട് നഷ്ടമാവുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതായത് കട്ടപ്പന സെന്റ് ജോൺസ് അടക്കമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ നേരിട്ട് പദ്ധതി നിർവഹണം നടത്തി വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ PROയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ഡയാലിസിസ് രോഗിക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ഓരോ ഡയാലിസിസും അവരെത്ര ഡയാലിസിസ് ചെയ്യുന്നു അത്രയും നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഫണ്ട് നിജപ്പെടുത്തുന്ന വരെയുള്ള ഡയാലിസിസ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നത് പ്രകാരം ഗവൺമെൻറ് ഉത്തരവ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും പദ്ധതി മാറ്റി തീരുമാനിച്ചു. അതായത് ഫൈസ സംയുക്ത പ്രോജക്റ്റാണ്. ഗ്രാമപഞ്ചായത്ത് അവരുടെ പഞ്ചായത്തിലെ രോഗികൾക്ക് ഇത്ര ഡയാലിസിസ് നടത്തിയതിന് ചിലവായി എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ജില്ലാ പഞ്ചായത്തിലേക്ക് തരുമ്പോൾ അവർക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ റിക്വസ്റ്റ് വരാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ഇന്ന് വരെയായിട്ടും ഈ 52 പഞ്ചായത്ത് ജില്ലയിൽ ഉണ്ടായിട്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രമേ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളൂ. കത്ത് കൊടുത്ത് റിക്വസ്റ്റ് വാങ്ങിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി 28-ന് മുമ്പ് നമുക്ക് ആ ഫണ്ട് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾക്കത് പൈസ ലാപ്സായി പോകും. 50 ലക്ഷം രൂപയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ 3 കോടി രൂപ വരെ കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. റിക്വസ്റ്റ് എത്ര വന്നാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ 3 കോടി ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാ വർഷവും. ജില്ലാ പഞ്ചായത്തുമായി സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രി ഡയാലിസിസ് ചെയ്താലും പദ്ധതിയുടെ ഗുണം ലഭിക്കും. എന്നാൽ പഞ്ചായത്തിൽ നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും അപേക്ഷ സമർപ്പിക്കാതെ നിസ്സഹകരണമാണ് നടത്തിവരുന്നത്. നിരവധി ആളുകളാണ് ജില്ലാ പഞ്ചായത്തിനെ സഹായത്തിനായി സമീപിക്കുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്തിന് പണം അനുവദിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതിനാൽ ഫെബ്രുവരി 28-ന് മുമ്പായി അപേക്ഷ ജില്ലാ പഞ്ചായത്തിൽ നൽകണമെന്ന് അന്ത്യശാസനം നൽകി കത്ത് നൽകിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും സെക്രട്ടറിക്കാണ് കത്തയച്ചിരിക്കുന്നത്. അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ ഫണ്ട് വകമാറ്റി ചിലവഴിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേള. അതെ, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാൻ നല്ല ടൈമായിട്ടോ ഇത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവരാണോ? എങ്കിൽ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യല്ലേ.
20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, AC, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാ പർച്ചേസുകൾക്കും മറ്റെല്ലാ ഓഫറുകൾക്കും പുറമെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും ഫെബ്രുവരി 15 മുതൽ 28 വരെ മാത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈ റേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ ഏലം കർഷകർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 10 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ വേനലിലെ വരൾച്ചയിൽ ഏലം കൃഷി നശിച്ചവർക്കാണ് തുക അനുവദിച്ചത്. 15,000 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ദുരന്ത നിവാരണ മിറ്റിഗേഷൻ ഫണ്ടിൽ നിന്നുമാണ് 10 കോടി രൂപ അനുവദിച്ചത്. 2024 ഉണ്ടായ കൊടും വരൾച്ചയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഏലം കൃഷി നശിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് 15,000 ഹെക്ടർ സ്ഥലത്ത് ഏലം കൃഷി നശിച്ചതായാണ് രേഖകളിൽ പറയുന്നത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഇടുക്കിയിൽ കരിഞ്ഞുണങ്ങിയത്. ഇടത്തരം കർഷകരിലേറെയും ഇതോടുകൂടി കടക്കണിയിലുമായി. വ്യാപക കൃഷിനാശമുണ്ടായ പ്രദേശങ്ങളിൽ കൃഷി വകുപ്പിൻ്റെയും ജലസേചന വകുപ്പിൻ്റെയും മന്ത്രിമാർ സന്ദർശനവും നടത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 10 കോടി രൂപ സർക്കാർ ഇപ്പോൾ അനുവദിച്ചത്. ഇതാകട്ടെ അല്പം ആശ്വാസമെങ്കിലും ഉണ്ടായ നഷ്ടത്തിന് പരിഹാരവുമല്ല. അടിയന്തരമായി തുടർ സഹായം ഉണ്ടാകണം എന്നതാണ് കർഷകരുടെ ആവശ്യം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. 70% ഏലം കൃഷി നശിച്ച ഇടുക്കിയിൽ 10 കോടി രൂപ മാത്രം അനുവദിച്ചത് ആശ്വാസകരമല്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. 113 കോടി രൂപയുടെ നാശമാണ് ഏലം മേഖലയിൽ ഇടുക്കിയിൽ മാത്രമുണ്ടായത്. എന്നാൽ ഇത്ര ഭീമമായ നാശം ഉണ്ടായിട്ടും അർഹമായ പരിഗണന നൽകാത്തത് നിരാശാജനകമെന്നും കർഷകർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവണമെന്നും MP ആവശ്യപ്പെട്ടു. ഏലം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ വേനൽക്കാലത്തുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ. ഇപ്പോൾ ഇന്നലെയാണ് ആകെപ്പാട് 10 കോടി രൂപയുടെ ഒരു നഷ്ടപരിഹാരം അനുവദിച്ചു എന്ന് പറയുന്നത്. അതുതന്നെ ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വർഷം കഴിയാറായി, ഇപ്പം അടുത്ത വേനൽക്കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് സ്ഥിതി? ഇപ്പം ഈ തരത്തിലാണ് ഗവൺമെന്റിന്റെ സമീപനമെങ്കിൽ എങ്ങനെ കർഷകർ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. നമുക്ക് ന്യായമായ വില ലഭിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഏലം പൂർണ്ണമായി ഉണങ്ങി നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ എല്ലാം ഒരു ആഴ്ച കൊണ്ട് പൂർണ്ണമായി നശിക്കപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി അർഹമായ നഷ്ടപരിഹാരം 113 കോടി രൂപ എന്നുള്ളത് ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമായിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേറ്റം നിരാശാജനകമാണ്, പ്രതിഷേധകരമാണ്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിടിച്ചുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസധനമെങ്കിലും അടിയന്തരമായി സർക്കാർ അനുവദിക്കേണ്ടതാണ്. 10 കോടി രൂപ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന ഒരു നഷ്ടപരിഹാര തുകയല്ല. അത് ജനങ്ങളെ കളിയാക്കുന്ന, കർഷകരെ കളിയാക്കുന്ന ഒരു സമീപനമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്ത് സ്ഥിരതയുള്ള തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ PSCയുടെ പങ്ക് വലുതാണ്. PSC വഴിയുള്ള നിയമന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ PSCയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അഭിമാനിക്കാവുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അദ്ദേഹം പറഞ്ഞല്ലോ, രാജ്യാന്തര രംഗത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സുതാര്യ ഭരണഘടന വിഭാവന ചെയ്യുന്ന തുല്യനീതിക്ക് അനുസൃതമായിട്ടുള്ള നടപടികൾ അത് നല്ല രീതിയിൽ തുടരാൻ നമുക്ക് സാധിച്ചു. ആക്ഷേപങ്ങളുണ്ടാകാതെ നിയമനങ്ങളുടെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സുതാര്യതയിൽ പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നതാണ്. 1984 വരെ കോട്ടയം ജില്ലാ PSC ഓഫീസിനൊപ്പമാണ് ഇടുക്കി ജില്ലാ PSC ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 1984 ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഓസാന സ്കൂൾ സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റിയത്. തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും പ്രവർത്തിച്ചു. 2002 മുതൽ കട്ടപ്പന ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്.
കട്ടപ്പന നഗരസഭയുടെ കീഴിൽ ആനിവാസം റൂട്ടിൽ അമ്പലക്കവല ക്ഷേത്രത്തിന് എതിർവശത്താണ് ഇടുക്കി ജില്ലാ PSC ഓഫീസിന് പുതിയ കെട്ടിടം ഉയരുക. 20 സെന്റ് സ്ഥലമാണ് സർക്കാർ അനുവദിച്ചത്. 3 നിലകളുള്ള കെട്ടിട സമുച്ചയം 13,842.5 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പണിയുന്നത്. ഓരോ നിലയും 3,336 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും. ജില്ലാ ഓഫീസിനൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും പുതിയ കെട്ടിടത്തിലുണ്ടാകും. 200-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് ഒരുക്കുക. ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ശിലാസ്ഥാപന പരിപാടിയിൽ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു അധ്യക്ഷനായിരുന്നു. കമ്മീഷൻ അംഗങ്ങളായ S വിജയകുമാരൻ നായർ, ഡോക്ടർ മിനി സക്രിയാസ്, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭാ കൌൺസിലർമാരായ ജാൻസി ബേബി, സോണിയ JB എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ആവശ്യമായ സ്ഥലം ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ ബജറ്റിൽ അനുവദിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ ആരംഭിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. PSC ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. എല്ലാ മേഖലകളിലും ജില്ല മുന്നേറ്റം കൈവരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജും വികസനത്തിന്റെ പാതയിലാണ്. 2 മാസത്തിനുള്ളിൽ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ചട്ടങ്ങൾ രൂപീകരിക്കും. ഇതോടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പനയിൽ സ്ഥലം ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ, ആ ലോ കോളേജ് സ്ഥലം ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ ആ ലോ കോളേജ് കട്ടപ്പന തന്നെ ആരംഭിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് അങ്ങനെ കൂടുതലായി പ്രശ്നമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവന്ന് ഈ നാടിന്റെ വളർച്ചയ്ക്ക് ഉണ്ടാകില്ലാതെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ നാടിന്റെ വളർച്ചയെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് മാറ്റാനാണല്ലോ നമ്മൾ നിയമനിർമ്മാണം നടത്തിയത്. ഈ ചട്ടങ്ങൾ പുറത്തിറങ്ങണം. ഈ മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് പുറത്തു വരുമ്പോൾ ഇടുക്കിയുടെ നിർമ്മാണ പ്രശ്നങ്ങൾക്ക് കൈകാര്യം കണ്ടെത്താൻ കഴിയുന്ന ഒരു നല്ല സുവർണ്ണ അവസരങ്ങൾ രൂപപ്പെടുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്കറിയാം, വേനൽക്കാല ചൂടുകൊണ്ട് കൃഷിനാശം സംഭവിച്ചു. ആ സന്ദർഭത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം സന്ദർശിച്ചു. അതൊരു ജനരേഖയാകും എന്ന സംസാരം ഉണ്ടായെങ്കിലും എന്താ സ്ഥിതി? ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിലാദ്യമായിട്ടാണ് വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. കാലവർഷക്കെടുതിയിൽ വന്ന കൃഷിനാശങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിലും വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമുക്കില്ലായിരുന്നു. എങ്കിലും ഞാനും മന്ത്രി പ്രസാദും ഈ സ്ഥലം സംബന്ധിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് ഇന്നലെ ആ അപേക്ഷയിലൂടെ വന്നവർക്കെല്ലാം തുറന്നു കൊടുക്കാൻ 10 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു എന്ന വിവരം ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനയ്ക്കായി ജലവിഭവ വകുപ്പിന്റെ പുതിയ ബോട്ട് യാഥാർത്ഥ്യമായി. ജലസേചന വകുപ്പിന്റെ 15 വർഷം മുമ്പ് തകരാറിലായ ബോട്ടിന് പകരമാണ് പുതിയ ബോട്ട്. 12 ലക്ഷം രൂപ മുടക്കി നീറ്റിലിറക്കിയ പുതിയ ബോട്ടിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തേക്കടിയിൽ നിർവഹിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ജലവിഭവ വകുപ്പ് ബോട്ട് നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പു നൽകിയിരുന്നു. ഈ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത്. ബോട്ടിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ബോട്ട് വാങ്ങിയത്. പ്രദേശവാസികളുടെ ആവശ്യം കൂടി പരിഗണിച്ചായിരുന്നു തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. ജലസേചന വകുപ്പിന്റെ 15 വർഷം മുൻപ് തകരാറിലായ ബോട്ടിന് പകരമാണ് മന്ത്രി മുൻകൈയെടുത്ത് പുതിയ ബോട്ട് വാങ്ങിയത്. 10 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ ബോട്ടിൽ കേരളത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് 3/4 മണിക്കൂറിനുള്ളിൽ തേക്കടി ബോട്ട് ലാൻഡിംഗിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ എത്താൻ സാധിക്കും. യാത്രയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം വളരെ അഭിമാനവും ഏറെ സന്തോഷമുണ്ട്. ഡാമിന്റെ താഴ്വാരങ്ങൾ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അണക്കെട്ടിന്റെ ജലനിരപ്പ്, മഴയുടെ അളവ്, നീരൊഴുക്ക്, തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ്, ഡാമിന് ഷട്ടറുകൾ തുറന്ന ജലം പുറത്തേക്കൊഴുക്കുന്ന സാഹചര്യം, അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം എന്നിവ നിരീക്ഷിക്കുന്നതിനായി കേരള ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. ഇത്തരം സാഹചര്യങ്ങളിൽ കേരള പോലീസിന്റെയും വനംവകുപ്പിന്റെയും ബോട്ടുകളാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ ആശ്രയിച്ചിരുന്നത്. പല അടിയന്തര ഘട്ടങ്ങളിലും ബോട്ടുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും
തന്മൂലം ഭക്ഷണങ്ങൾ മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ആശങ്കകൾക്കും ഇതിലൂടെ പരിഹാരമായി. തേക്കടിയിൽ നടന്ന ചടങ്ങിൽ പെരുമ്പട എം.എൽ.എ. വാഴൂർ സോമൻ, കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ നാക്കുന്നിൽ, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ജലവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി. മടങ്ങിയെത്താം വാർത്തയിൽ മറ്റൊരിടവേള. ഹലോ, നമസ്കാരം. ഇടുക്കിയിലെ ഉപ്പുതറയിൽ ആരംഭിക്കുന്ന ചാണ്ടീസ് ബെസ്റ്റ് ഇൻ ടൗൺ മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മാർച്ച് 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഞാൻ ഉപ്പുതറയിലെത്തുന്നു. കേരള, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ എന്നീ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനായി നിങ്ങളേവരെയും മാർച്ച് 15-ാം തീയതി മുതൽ ചാണ്ടീസ് റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയതിൽ പിന്നെയാണ് എന്റെ തോട്ടങ്ങൾ കൂടുതൽ ലാഭകരമായത്. 10-ൽ പരം പരിപ്പ് പിണ്ണാക്കുകളിൽ മാക്രോ ന്യൂട്രിയൻസും അമിനോ ആസിഡ്, സീവീഡ്, ഹ്യൂമിക്, ഫൾവിക് ആസിഡുകളും കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ച കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡാണ് ഗ്രീനെക്സ് ഗോൾഡ്. വിവിധ തരം കെർണൽ കേക്കുകൾ ഹൈ പ്രോട്ടീൻ പൗഡറും എൻസൈമുകളും ചേർത്ത് എൻറിച്ച് ചെയ്ത് തരിയില്ലാതെ പൊടിച്ചെടുത്താണ് അൾട്രാ ഗോൾഡ് നിർമ്മിക്കുന്നത്. തുള്ളി നനയ്ക്കും ഡ്രെഞ്ചിങ്ങിനും വേണ്ടി ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ R&D ടീം പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ഉൽപ്പന്നമാണ് അൾട്രാ ഗോൾഡ്. സ്വന്തം തോട്ടങ്ങളിൽ വർഷങ്ങളായി ഉപയോഗിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഓരോ ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ 100% വിശ്വസിക്കാം. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ്. പിന്നെ പോയി കണ്ടില്ലേ, നമ്മുടെ ഇന്റർനെറ്റിന് സ്പീഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഹാപ്പി ആവും? നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. BSNL, ഏഷ്യാനെറ്റ്, കേരള വിഷൻ, റെയിൽ വയർ, ദിവാൻ, ലിംഡ്രാസ് തുടങ്ങിയ പ്രമുഖ ISPകളുടെ ബ്രോഡ്ബാൻഡ് പാക്കേജുകൾ ഇപ്പോൾ നിങ്ങളുടെ ഇടുക്കി വിഷൻ കേബിൾ ടിവിക്കൊപ്പം. ആസ്വദിക്കൂ അൺലിമിറ്റഡ് ഡേറ്റ, വൈവിധ്യമാർന്ന പ്ലാനുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. ജില്ലയിലെ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് ശൃംഖല ഇടുക്കി വിഷൻ കേബിൾ നെറ്റ്വർക്ക് സിൻസ് 2003. High-Range Hypermart presents Jumanji, the Gaming Zone. Open on every days 9 AM to 9 PM at High-Range Hypermart, Kattapana. ഇനി ബിസിനസ് വാർത്തകൾ. C10 മോട്ടോർ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് തൂക്കുപാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ബ്രാഞ്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ നിർവഹിച്ചു. 23 വർഷക്കാലമായി NBFC ലൈസൻസോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കേരളത്തിലെ 20ാമത് ബ്രാഞ്ചാണ് തൂക്കുപാലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. കോതമംഗലം ആസ്ഥാനമായി 1998 മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് C10 പ്രൈവറ്റ് ലിമിറ്റഡ്. 2002 മുതൽ 23 വർഷക്കാലമായി NBFC ലൈസൻസോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കേരളത്തിലെ 20ാമത് ബ്രാഞ്ചാണ് തൂക്കുപാലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ സ്ഥാപനത്തിന് ഇടുക്കി ജില്ലയിൽ 9 ബ്രാഞ്ചുകളായി. ഉടൻ തന്നെ രാജകുമാരിയിലും പുതിയ ബ്രാഞ്ച് ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. മാർച്ച് മാസത്തോടെ കൂടുതൽ ജില്ലകളിലേക്കും തമിഴ്നാട്ടിലേക്കും സ്ഥാപനത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും. ഗോൾഡ് ലോൺ, മൈക്രോ ലോൺ, ബിസിനസ് ലോണുകൾ, ഇൻഷുറൻസ്, മണി എക്സ്ചേഞ്ച് തുടങ്ങിയ സേവനങ്ങളാണ് സ്ഥാപനത്തിൽ നിന്നും നൽകുന്നത്. ബാങ്കിംഗ് ഇതര മേഖലകളിലേക്കും തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ രൂപേഷ് ശശിധരൻ പറഞ്ഞു. പ്രധാനമായിട്ടും C10 മോട്ടോർ ഫിനാൻസ് ഗോൾഡ് ഫിനാൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മൈക്രോ ഫിനാൻസിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ തമിഴ്നാട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള എക്സ്പാൻഷൻ മാർച്ചിന് ശേഷം ആരംഭിക്കുന്നതായിരിക്കും.
ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പുതിയൊരു കമ്പനി ഞങ്ങളുടെ സീറ്റൻ മോട്ടോർ ഫിനാൻസിൻ്റെ കൂടെ തന്നെ ഒരു ഉപ കമ്പനിയും കൂടെ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഓൾട്ടർനേറ്റ് ബിസിനസ്സുകൾ ആയ ഇൻഷുറൻസ്, ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാങ്കിങ് ഇതര രംഗത്തും അതുകൂടാതെ ധനകാര്യ രംഗത്തും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വർണത്തിന് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഇവിടെ നിന്നും വായ്പയായി നൽകി വരുന്നുണ്ട്. താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുക നൽകുന്നത് പ്രദേശത്തെ കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. കസ്റ്റമേഴ്സിനെ ഏതു സമയവും സഹായിക്കുന്നതിനായി പരിചയസമ്പന്നരായ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. സീറ്റൻ മോട്ടോർ ഫിനാൻസിന്റെ തൂക്കുപാലം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ നിർവഹിച്ചു. ചെയർമാൻ KP മാധവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ രൂപേഷ് ശശിധരൻ, ഡയറക്ടർമാരായ PV ജയൻ, AJ കൃഷ്ണദാസ്, രാഹുൽ ലാൽ, വൈസ് ചെയർമാൻ MS മുരളീധരൻ, വൈസ് പ്രസിഡന്റ് G ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് ഇട്ടിക്കൽ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VM സാലിഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, വ്യാപാരികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വിരൽ തുമ്പിൽ സൗജന്യ സേവനം ലഭ്യമാക്കി ക്വിക്ക് ഇൻഫോ ആപ്ലിക്കേഷൻ ജനശ്രദ്ധ ആകർഷിക്കുന്നു. ഇടുക്കി ജില്ലയിൽ കാഞ്ചിയാർ സ്വരാജ് സ്വദേശി ഭരത് മോഹനാണ് ആശയത്തിന് പിന്നിൽ. തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ഒരേപോലെ സേവനം ഉറപ്പുവരുത്തുക എന്നതാണ് ക്വിക്ക് ഇൻഫോ ആപ്ലിക്കേഷന്റെ ലക്ഷ്യം. സൊമാറ്റോ, ഊബർ തുടങ്ങിയ സേവനങ്ങൾ ഹൈറേഞ്ചിൽ ഇന്നും അന്യമാണ്. അഥവാ എത്തിയാൽ തന്നെ വിവിധ ആപ്ലിക്കേഷനുകളുടെ സഹായവും തേടണം. എന്നാൽ ഇടുക്കിയിലെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കുകയാണ് ക്വിക്ക് ഇൻഫോ ആപ്ലിക്കേഷൻ. തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ഒരേപോലെ സേവനം ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓട്ടോ ടാക്സി സർവീസുകൾ, ബസ് സമയം, വ്യാപാര സ്ഥാപനങ്ങളിലെ ഓഫറുകൾ, സർക്കാർ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള സൗകര്യം, ഗൂഗിൾ മാപ്പ് സംവിധാനം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ക്വിക്ക് ഇൻഫോ ആപ്ലിക്കേഷനിലുണ്ട്. ഉപഭോക്താക്കൾക്ക് മാത്രമല്ല തൊഴിൽ മേഖലയിൽ ഉള്ളവർക്കും തങ്ങളുടെ സേവനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാം. മൊബൈൽ നമ്പറും ജോലിയും നൽകിയാൽ ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ സേവനം നേരിട്ട് ലഭ്യമാക്കാൻ കഴിയും. തികച്ചും സൗജന്യമായി ഇടുക്കി ജില്ലയിലെ എല്ലാ ടൗണുകളിലും ബ്ലഡ് ബാങ്ക് സൗകര്യവും ജില്ലയിലെ എല്ലാ ആശുപത്രികളിലെ സേവനങ്ങളും ആപ്ലിക്കേഷനിൽ ലഭിക്കും. തൊഴിലാളിയിൽ നിന്നും ഉപഭോക്താവിലേക്ക് എന്ന ചിന്തയാണ് ആശയത്തിന് പിന്നിലെന്ന് ആപ്ലിക്കേഷൻ ഡയറക്ടർ ഭരത് മോഹൻ പറയുന്നു. ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇടുക്കി ജില്ലയിൽ ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, നല്ല പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ആളുകൾക്ക് മേടിക്കാനുള്ള ഒരു സൗകര്യം, അതുപോലെ തന്നെ സാധാരണ തൊഴിലാളികൾക്ക് ഈ തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നല്ല പെയിന്റിങ്ങുകാർ അങ്ങനെയുള്ളവരൊക്കെ അറിയുന്നില്ല. അപ്പോൾ അവർക്ക് സൗജന്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ, അവരെ ഡയറക്റ്റ് ആളുകൾക്ക് വിളിക്കാനുള്ള സൗകര്യം, പിന്നെ ഓട്ടോക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം, അവരെ വിളിക്കാനുള്ള. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി ഒറ്റപ്പെട്ട് പോയ സാഹചര്യങ്ങളിൽ വർക്ക്ഷോപ്പുകളിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അമിത ചാർജൊക്കെ ഈടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇപ്പം ഇടുക്കി ജില്ലയിൽ ഏത് ടൗണിലാണോ വന്നത് അവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ല വർക്ക്ഷോപ്പുകാർ ഇവിടെ എല്ലാ വർക്ക്ഷോപ്പുകാരുടെ നമ്പർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെ വിളിക്കുകയും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇടുക്കിയിലെ മാത്രമല്ല ഇടുക്കിക്ക് പുറത്തും ആപ്ലിക്കേഷന്റെ സേവനം ലഭ്യമാണ്. ദീർഘദൂര യാത്രകൾക്കും ഇന്ത്യയിലെ പ്രധാന ടൗണുകളിലെ സേവനങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കും. കേരളത്തിൽ ഉടനീളം ആപ്ലിക്കേഷന്റെ സേവനം ലഭ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഭരത് മോഹൻ. ബിസിനസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. ഇനി കമ്പോളം. കമ്പോള നിലവാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നിലവാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ.
ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാണ്. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. അതെ, ഹോം അപ്ലയൻസസ് പർച്ചേസ് ചെയ്യാൻ നല്ല ടൈമായിട്ടോ ഇത്. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉള്ളവരാണോ? എങ്കിൽ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യല്ലേ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, AC, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ എല്ലാ പർച്ചേസുകൾക്കും മറ്റെല്ലാ ഓഫറുകൾക്കും പുറമെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫെഡറൽ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ ഓഫർ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും ഫെബ്രുവരി 15 മുതൽ 28 വരെ മാത്രം. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹലോ, നമസ്കാരം. ഇടുക്കിയിലെ ഉപ്പുതറയിൽ ആരംഭിക്കുന്ന ചാൻഡീസ് ബെസ്റ്റ് ഇൻ ടൗൺ മൾട്ടി കുസിൻ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മാർച്ച് 15 തീയതി വൈകിട്ട് 5 മണിക്ക് ഞാൻ ഉപ്പുതറയിൽ എത്തുന്നു. കേരള, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ എന്നീ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനായി നിങ്ങളെ ഏവരെയും മാർച്ച് 15 തീയതി മുതൽ ചാൻഡീസ് റെസ്റ്റോറന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നതാ മനുഷ്യ, സ്വർണം പണയം വെച്ചിട്ട് 50,000 രൂപ എടുത്തില്ലായിരുന്നോ? 3 മാസത്തെ പലിശയാ. 3,500 രൂപ അടക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുക. ഇതെന്നാ പലിശ? 3,500? അല്ല അൻസി, നീ സ്വർണം പണയം വെച്ച ഏതോ ബാങ്കിൽ നിന്ന് 50,000 എടുത്തില്ലായിരുന്നോ? എടുത്തായിരുന്നു ചേച്ചി. പക്ഷെ എനിക്ക് 3 മാസത്തേക്ക് 1,200 രൂപ പലിശയായുള്ളൂ. ഞാൻ വെച്ചതേ ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിലാ. ഷായിച്ചേട്ടൻ ഏതായാലും സ്വകാര്യ ബാങ്കിലായിരിക്കും പണയം വെച്ചേ, അതുകൊണ്ടാ. ഞാനും ഞങ്ങളുടെ സംഘക്കാർ അവിടെ തന്നെയാ പണയം വെച്ചേക്കുന്നത്. നോക്കിയും കണ്ടും ചെയ്താലല്ലേ ചേച്ചി ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ അൻസി, വലിയ ബുദ്ധിമാനാണെന്ന് ഈ മനുഷ്യന്റെ വിചാരം. ഇത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും സ്വകാര്യ ബാങ്കിൽ കൊണ്ട് പണയം വെക്കൂ? അല്ലെങ്കിലും എന്നോടൊന്നും പറയത്തില്ലല്ലോ. ചോദിക്കുമായിരുന്ന ഞാൻ പറഞ്ഞു തന്നേനെ. എന്നെ മുന്നേടി നീ ഒന്ന് ക്ഷമിക്ക്. ഏതായാലും പറ്റിയത് പറ്റി. ഇന്ന് തന്നെ ആ സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത് ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ കൊണ്ടങ്ങ് വെക്കാം. ഗ്രാമിന് കൂടുതൽ തുകയും കുറഞ്ഞ പലിശയും കർഷകർ നെഞ്ചേറ്റിയ വിശ്വാസം. ഇടുക്കി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒരു സഹകരണ സംരംഭം. ബ്രാഞ്ചുകൾ കട്ടപ്പന, ചെറുതോണി, ഇടുക്കി, അയ്യപ്പൻകോവിൽ, കമ്പളികണ്ടം. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉയർന്ന രീതിയിലാക്കാൻ ആഗ്രഹമില്ലേ? ഡിഫറെന്റ് മോഡൽ എഡ്യൂക്കേഷനോടെ ഒരു ക്യാമ്പസ് ഓക്സിലിയം സ്കൂൾ കട്ടപ്പന. ICSE, ISC സിലബസിൽ അധിഷ്ഠിതമായ ആഴത്തിലുള്ള പഠനവും ഉന്നത ചിന്താശേഷിയും വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസം. മികച്ച പഠനാന്തരീക്ഷത്തിനായി മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ററാക്റ്റീവ് ബോർഡുകളും ആകർഷകമായ പഠന പ്രവർത്തനങ്ങളും. റോബോട്ടിക് ലാബിൽ ടെക്നോളജിയിൽ പ്രായോഗിക പരിചയം. ദേശീയ, സംസ്ഥാന മെഡൽ ജേതാക്കളുള്ള അത്യാധുനിക സ്പോർട്സ് വിംഗ്. വൈവിധ്യമാർന്ന കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള ഊർജ്ജസ്വലമായ പാഠ്യേതര പ്രവർത്തനങ്ങൾ. മാത്രമല്ല, വെൽ equipped labs, libraries and transportation facility. Auxilium School, Kattapana. Together for a better world. മികച്ച
ഡോക്ടർമാരും ആധുനിക സൗകര്യങ്ങളുമായി രോഹൻ ശേഖർ യൂറോളജി ക്ലിനിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്റർ കമ്പം. ഞങ്ങളുടെ മെഡിക്കൽ സേവനങ്ങൾ നെഫ്രോളജി, ജനറൽ മെഡിസിൻ, അനസ്തേഷ്യ. ഞങ്ങളുടെ പ്രത്യേക സേവനങ്ങൾ ജനറൽ സർജറി, ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി, യൂറോളജി സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി, യൂറോ ഗൈനക്കോളജി. മറ്റ് സേവനങ്ങൾ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് സർവീസസ്, സർജിക്കൽ ICU, നഴ്സിംഗ് മാനേജ്മെന്റ്. Our 24 hours facilities includes a well-occupied operation theatre, emergency care, clinical pathology, clinical biochemistry, hematology, serology, digital X-ray services, pharmacy services. Rohan Shehar Hospital, an ISO 9001:2008 certified urology clinic and laparoscopic center, Ranger Office Road, Kambam. For more details, 04554 274414 276672. ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണുന്ന ആ ദിവസം, പട്ടിന്റെ അഴകിൽ പൊതിഞ്ഞ പവിത്രമായ ഒരു ബന്ധത്തിന്റെ തുടക്കം, മാംഗല്യം. പെണ്ണിന് അലങ്കാരമാണ് പട്ട്. തലമുറകളിലൂടെ തേടിയെത്തുന്ന ആശീർവാദമാണ്. മനം പോലെ മാംഗല്യം, മനം കവരും പട്ട്. ലക്ഷ്മി സിൽക്സ്, TB Road, Kottayam. Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കാൻ എന്താ ചെയ്യാ? ആരാ ഇപ്പൊ സഹായിക്കുക? വിഷമിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. മൈന ഗോൾഡ് ഉള്ളപ്പോ ആ ടെൻഷൻ വേണ്ട. 9446227131 8075689598 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. പണയത്തിലിരിക്കുന്ന സ്വർണം എടുക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണമായാലും അത് ഉയർന്ന വിലക്ക് വിൽക്കുവാനും മൈന ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ സേവനം കേരളത്തിൽ എവിടെയും, അതും നിങ്ങളുള്ള സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യുന്നു. മൈന ഗോൾഡ്. അല്ലോ എൽദോ, എന്നാ ഉണ്ടടാ തോട്ടത്തിലെ വിശേഷങ്ങൾ? അത് പിന്നെ ആകെ പ്രശ്നമാണ് ഈ പച്ച മുതലാളി. എന്ത് പ്രശ്നം? നീ ഒന്ന് തെളിച്ചു പറയടാ. പോയി എല്ലാം പോയി മുതലാളി. വെയിലെന്ന് പറഞ്ഞ എന്നാ വെയിലാ. നമ്മുടെ ഏലച്ചെടികളെല്ലാം വാടിക്കരിഞ്ഞു. ഇത്തവണയും പണി കിട്ടി. ഓ, ഇതൊക്കെ നോക്കാനല്ലയോ നിന്നെ തോട്ടത്തിൽ നിർത്തിയേക്കുന്നേ? സൂര്യന് ഉച്ചയിൽ കത്തി നിൽക്കല്ലേ. ഞാനിനി എന്നാ ചെയ്യാനാ പുണ്യാള? സൂര്യൻ ഇക്കൊല്ലവും പണി തന്നു. മുതലാളിക്ക് വെയിൽ കൊള്ളാതിരിക്കാനല്ലേ ഈ കൊടയും പിടിച്ച് നിൽക്കണത്. അതുപോലെ ഈ ചെടിക്കൊരു കൊട ചൂടി കൊടുത്താ പോരെ? തോമാ, ഇത് വെച്ചൊരു കീറിയുണ്ടല്ലോ. മുതലാളി ചൂടാവണ്ട, വെയിലിന്റെ കലിപ്പ് തീർക്കാൻ ഗ്രീൻ മിറാക്കിൾ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ശരിക്കും ചെടിക്കൊരു കൊട ചൂടി കൊടുത്ത പോലെ. സ്റ്റെയിൻസ് ഗ്രീൻ മിറാക്കിൾ തളിക്കൂ, വേനൽ ചൂടിൽ നിന്ന് ഏലത്തെ രക്ഷിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക്. High Range Hypermart presents Jumanji, the gaming zone. Open on every days 9 AM to 9 PM at High Range Hypermart, Kattapana. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യ, എന്റെ തോട്ടത്തിൽ മാത്രം എങ്ങനെയാ ഇത്ര ആരോഗ്യമുള്ള 8 ബോൾട്ട് കാവുണ്ടാവുന്നതെന്ന്? നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിലേ നല്ല ഫുഡ് കൊടുക്കണം. ഒരു ചരമുണ്ടായി, അതിലൊരു അരിമ്പുണ്ടായി, പൂവായി,
കായായി ഏലക്കയായി മാറുന്നവരെ കരുതല് വേണം. അതിന് പൂവുണ്ടാകാനായി ഒരു ടോണിക്ക്, കായുണ്ടാകാൻ മറ്റൊരു ടോണിക്ക്, അത് കൊഴിയാതിരിക്കാൻ വേറൊരു ടോണിക്ക്, അങ്ങനെയൊന്നും വേണ്ട. ക്വാളിറ്റിയുള്ള ഒരൊറ്റ ടോണിക്ക് മതി. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ് യൂറോപ്പിൽ നിന്ന് പാക്കിങ്ങോടുകൂടി ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലാന്റ് ഫുഡ്. ഒറ്റ തവണ ഉപയോഗിച്ചാൽ 45 ദിവസം വരെ ചെടികൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമുള്ളത്ര പോഷക ഗുണങ്ങൾ ചെടിയിൽ കിട്ടും. കലിപ്സോ ന്യൂട്രി ആക്റ്റീവ്, എ പ്രൊഡക്റ്റ് ഓഫ് കലിപ്സോ സ്പെയിൻ, മാർക്കറ്റഡ് ബൈ വെൽറൂട്ട് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ. അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം. 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. A range of premium Indian wear cut differently. She Store, beautifully you. A KG's Group venture. വീണ്ടും പകുതിയാണല്ലോ ദിനേശ. അഴുകലും തട്ടമറിച്ചിലും ഒരു രക്ഷയില്ല. ചിമ്പിന്റെ എണ്ണവും തീരെ കുറവ്. പിന്നെ എങ്ങനെ വിളവ് കൂടാനാ? എത്ര വളം ഇട്ടിട്ടും ഒരു കാര്യമില്ല. ഏത് കാലാവസ്ഥയിലും ഷാജി സാറിന്റെ തോട്ടത്തിൽ കായ ഇരട്ടിയാ. ഇതെങ്ങനെയാടാവുകയെ? അതിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല ജോൺ സാറേ. തോന്നിയ വളമൊക്കെ വാങ്ങി ഉപയോഗിച്ച നേരത്ത് സമ്പൂർണ്ണ ജൈവവളമായ ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിച്ചിരുന്നെങ്കിൽ തട്ടമറിച്ചിലും അഴുകലും ചേർത്ത് കൂടുതൽ കരുത്തിട്ട ചിമ്പും നല്ല ബോൾഡ് കായും ലഭിച്ചേനെ. അടുത്ത പ്രാവശ്യമെങ്കിലും ജീവൻ പ്ലസും ജീവൻ വിറ്റയും വാങ്ങി ഉപയോഗിക്കാൻ നോക്ക്. ജീവൻ പ്ലസ് 100% ഓർഗാനിക് and ISO 9001:2015 സർട്ടിഫൈഡ് പ്രോഡക്റ്റ്. കൃഷി ചെയ്യുന്ന കാലത്ത് ജീവൻ പ്ലസ് ഇട്ടാൽ വിളവിന്റെ കാലത്ത് നിറവിളവ് നേടാം. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിൽ പിന്നെയാണ് എന്റെ തോട്ടങ്ങൾ കൂടുതൽ ലാഭകരമായത്. കേരളത്തിൽ ആദ്യമായി സ്പോർ ബേസ്ഡ് ടെക്നോളജി വിത്ത് എഫിഷ്യന്റ് സ്റ്റെയിനിൽ 2x10⁹ സ്പോർട്സ് പെർ മില്ലിയിൽ അടങ്ങിയിട്ടുള്ള ട്രൈക്കോ ഗോൾഡ് അഴുകലും ഫിസേറിയവും തട്ടമറിച്ചിലും ഫലപ്രദമായി കൺട്രോൾ ചെയ്യുന്നു. വലിയ പൂക്കളും കായും ഉണ്ടാകുന്നതിനും ഏലക്കായുടെ അരികളുടെ എണ്ണവും കായുടെ തൂക്കവും വർദ്ധിപ്പിക്കുവാനും ഉണ്ടാകുന്ന പൂക്കളുടെ കൊഴിച്ചിൽ തടയുവാനും നെക്ടർ ഗോൾഡ് വളരെ മികച്ചതാണ്. കൂടാതെ തേനീച്ചകളെ ആകർഷിച്ച് പരാഗണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നെക്ടർ ഗോൾഡ് ഒരു തവണ ഉപയോഗിച്ച കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നു. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവിസ്മരണീയമാക്കുവാൻ കട്ടപ്പനയിലെ ഏറ്റവും മികച്ച മിനി ഹാളാണോ നിങ്ങൾ തിരയുന്നത്?
100 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന AC മിനി കോൺഫറൻസ് ഹാൾ, ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ലിഫ്റ്റ് ഫെസിലിറ്റീസ്, മോസ്റ്റ് മോഡേൺ സൗണ്ട് സിസ്റ്റം, ലേസർ ഷോ, വീഡിയോ ഡിസ്പ്ലേ ഫെസിലിറ്റീസ്, 100-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം, ടേബിൾ ആൻഡ് ചെയർ, സർവിംഗ് ടേബിൾസ് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും. സെമിനാർ, പ്രോഡക്റ്റ് ലോഞ്ചിംഗ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, ഇനോഗ്രൽ ഫംഗ്ഷൻ, ബിസിനസ് മീറ്റ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഫാമിലി ഗെറ്റ് ടുഗദർ. ഹൈ റേഞ്ച് ക്ലബ് ഹൗസ്, ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട്, വെള്ളയാംകുടി, കട്ടപ്പന.